ശബരിമലയിൽ ഭക്തർമാർക്ക് അന്നദാന സദ്യ നൽകുന്ന തീരുമാനം അനിശ്ചിതത്വത്തിൽ ഇന്നു മുതൽ അന്നദാന സദ്യ ആരംഭിക്കുമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രഖ്യാപനം നടപ്പായില്ല. ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും തമ്മിലുള്ള തർക്കമാണ് അനിശ്ചിതത്വത്തിന് കാരണം. 5-ാം തീയതി ചേരുന്ന അടുത്ത ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മാത്രമേ അന്നദാന സദ്യയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. നമ്മൾ എരുമേലിയിൽ കൂടി ഈ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എരുമേലിൽ ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് അവിടെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ ആശങ്കയില്ല. അരവണ സ്റ്റോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. നേരത്തെ എംപ്ലോയീസ് മെസ്സിനെ പറ്റി വലിയ തർക്കമുണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ. അത് ഇന്നലെ കൊണ്ട് വളരെ ഭംഗിയായിട്ടത് പരിഹരിച്ചു. കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം, പ്രധാനപ്പെട്ടെന്നുള്ളതിനേക്കാളും നല്ലൊരു തീരുമാനം എന്തെന്ന് വെച്ചാൽ ഈ ശബരിമലയിലെ അന്നദാനത്തെ പറ്റിയുള്ളൊരു തീരുമാനമാണ്. നിർഭാഗ്യവശാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെനു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പുലാവും സാമ്പാറും കൊടുക്കുക എന്നൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു മെനു അവിടെ നിലവിലിരുന്നു. കാരണം ഉത്തരേന്ത്യൻ പുലാവും ദക്ഷിണേന്ത്യൻ സാമ്പാറുമായിട്ടുള്ളൊരു ദേശീയ ഐക്യം ആ മെനുവിലൂടെ നടപ്പിലായിരുന്നു. അത് വരുന്ന ഭക്തജനങ്ങൾക്ക് തീരെ അത് ഹിതകരമായിരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ഏതായാലും അത് മാറ്റി നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ കാശല്ല. ഭക്തജനങ്ങൾ തീർത്ഥാടകർക്ക് അന്നദാനം കൊടുക്കാനായിട്ട്, അയ്യപ്പന്മാർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കാശാണ്. ആ കാശ് ഏറ്റവും ഭംഗിയായിട്ടുള്ള അന്നദാനം ഭക്തജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സജ്ജമാവുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു സന്നിധാനത്ത് നിന്ന്. ഒരിക്കൽ കൂടി അരുൺ, കെ ജയകുമാർ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചതൊരു വൻ പ്രഖ്യാപനം തന്നെയായിരുന്നു. അതായത് തനത് കേരളീയ സദ്യ തന്നെ ഇനി മുതൽ അന്നദാനമായി ഭക്തർക്ക് നൽകും എന്നുള്ളത്. പുലാവും സാമ്പാറിനും പകരം പപ്പടവും പായസവും ഒക്കെ കൂട്ടിയുള്ള സദ്യ അത് ഈ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് പറഞ്ഞത് അന്ന്. പക്ഷേ അത് പാഴ്വാക്കാകുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമായുള്ള ചില തർക്കങ്ങളാണ് അത് അനിശ്ചിതമായി നീളുന്നതിന് കാരണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താകാം ഈ ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമായുള്ള തർക്കം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കേരളീയ സദ്യയിലേക്ക് നീങ്ങാൻ കഴിയാത്തത് ദേവസ്വം ബോർഡിന്? തീർച്ചയായും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ IAS തെരഞ്ഞെടുത്തതിന് ശേഷം ഉള്ള ഒരു വലിയ പ്രഖ്യാപനം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായി തന്നെയാണ് ഈ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക്, അതായത് പുലാവും സാമ്പാറിനും പകരമായി കേരളീയ സദ്യ കൊടുക്കുക, അതായത് പഴവും പപ്പടവും പായസവും അടങ്ങുന്ന ഒരു സദ്യ കൊടുക്കുക എന്നുള്ള ഒരു വലിയ തീരുമാനം, വലിയൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തു. അത് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായി തന്നെ പോവുകയും ചെയ്തു. അതിന് ഒപ്പം തന്നെ ഈ സന്നിധാനത്ത് എത്തിക്കൊണ്ട് അദ്ദേഹം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തി ഉടൻ തന്നെ, അതായത് സന്നിധാനത്ത് എത്തിയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഉച്ച മുതൽ തന്നെ ഈ കേരളീയ സദ്യ വിതരണം ചെയ്തു തുടങ്ങും, ഭക്തർക്ക് നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടന്നത്. പക്ഷേ ആ ഒരു പ്രഖ്യാപനം ദേവസ്വം ബോർഡിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയത്, വലിയ ഒരു ചേരിപ്പോരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും മറ്റ് 3 മെമ്പർമാരാണ് പ്രസിഡന്റ്, 2 മെമ്പർമാരാണ് ദേവസ്വം ബോർഡിനുള്ളത്. പക്ഷേ 2 മെമ്പർമാരും ഈ ഒരു തീരുമാനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കെ രാജുവും അതോടൊപ്പം തന്നെ സന്തോഷ് കുമാറും, ഈ 2 പേരും കടുത്ത വിമർശനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏകപക്ഷീയമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള കൂടിയാലോചനകളുമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പാക്കുന്നു. അല്ലാതെ തങ്ങൾക്ക് ഈ ഒരു കൂട്ടുത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞത്. പക്ഷേ തങ്ങളോട് ഒരു കാര്യം പോലും പറയാതെ ആലോചിക്കാതെയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് അങ്ങനെ മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് ആകില്ല എന്നുള്ള ഒരു കൃത്യമായ പരാതി ഈ 2 മെമ്പർമാരും പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയം ഒരു അനിശ്ചിതത്വത്തിലേക്ക് പോയത്. എന്തായാലും 5-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം ചേരും. ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത് അന്ന് തന്നെ ഈ ഒരു സദ്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് കുറച്ചുണ്ടാകാൻ പോകുന്ന പോരായ്മകൾ അതൊക്കെ തന്നെ ഭക്തരുടെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഭക്തരാണ് ഏറ്റവും കൂടുതൽ അന്നദാനം കഴിക്കുന്നത്. അവർക്ക് ഈ കേരളീയ സദ്യ എത്രത്തോളം ഉൾക്കൊള്ളാൻ
ഉൾക്കൊള്ളാനാകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു വലിയ ചർച്ചയായി നിന്നിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ഈ ഡിസംബർ 5 ചേരുന്ന ബോർഡ് യോഗത്തിന് ശേഷം ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇനി സദ്യയുടെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകൂ എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ തുടക്കത്തിൽ തന്നെ വലിയൊരു ചേരിപ്പോരിലേക്ക് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും പോവുകയാണ്. ഏകപക്ഷീയമായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വലിയ ആരോപണം വരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ആരോപണങ്ങൾക്ക് അത് കൃത്യമായ ഒരു മറുപടി CPM-ന്റെ ഭാഗത്തുനിന്നും CPI-യുടെ ഭാഗത്തുനിന്നും ഒരു പരാതിയായി തന്നെ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രഖ്യാപനം നടത്തി അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. പക്ഷേ അത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്തേക്ക് എത്തി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി 2-ാം തീയതി ഉച്ചയ്ക്ക് തന്നെ ഈ സദ്യ ആരംഭിച്ചു തുടങ്ങുമെന്ന് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയായിരുന്നു അദ്ദേഹം ഈ സന്നിധാനത്തു നിന്നും മടങ്ങിയത്. പക്ഷേ അത് തുടങ്ങാനായില്ല. എന്തായാലും വിശദമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നുള്ള ഒരു കർശനമായ ഒരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 5-ാം തീയതി കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ഒരു ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് ഇപ്പോൾ നിലവിൽ പോയിരിക്കുന്ന രോഹിണി. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭക്തർക്ക് തനത് കേരളീയ സദ്യ നൽകും എന്നുള്ള പ്രഖ്യാപനം പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പുലാവിനും സാമ്പാറിനും പകരം പപ്പടവും പായസവും ഒക്കെയുള്ള സദ്യ ഭക്തർക്ക് നൽകും. അതിനായി അന്നദാനത്തിന് ഭക്തർ തന്നെ നൽകുന്ന ധാരാളം പണമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇന്നു മുതൽ തുടങ്ങാനിരുന്ന സദ്യ അന്നദാനം എങ്ങനെ മുടങ്ങി എന്നുള്ളതാണ്. ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരുമായിട്ടൊക്കെയുള്ള ചില തർക്കങ്ങളാണ് അനിശ്ചിതത്വത്തിന് പിന്നിൽ എന്ന് പറയുന്നു. ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ ഭക്തർക്ക് ഈ സദ്യ നൽകുന്നത് എന്തിന്? അതിന്റെ പേരിൽ മറ്റൊരു വലിയ കൊള്ളയ്ക്കാണോ വഴി തുറക്കുന്നത് എന്നുള്ള ചില വിമർശനങ്ങളും ഒക്കെ ഉയർന്നതാണ്. എന്തായാലും ഇനി കണ്ടു തന്നെ അറിയണം എന്താകും കേരളീയ സദ്യ അന്നദാനത്തിന് വിളമ്പുന്ന കാര്യം എന്നുള്ളത്.